ഇവർ വിവാഹിതരായാൽ സീരിയലിന്റെ അടുത്ത ആഴ്ചയിലെ മുഴുവൻ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അജയുടെ ഉള്ളിൽ ഒരുപാടധികം അസ്വസ്ഥതകളുണ്ടായിരുന്നു. അഞ്ജനിയുമായിട്ടുള്ള വിവാഹ നിശ്ചയം ഉറപ്പിച്ചു കഴിഞ്ഞുവെന്ന ആ ഒരു വാർത്ത അവനെ വല്ലാതെ തളർത്തി. വീട്ടുകാരുടെ നിർബന്ധങ്ങൾക്ക് വഴങ്ങേണ്ടി വരുമോ എന്ന ചിന്ത അവനെ ശ്വാസം മുട്ടിച്ചു. ഇല്ല, എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല, അജയ് പല്ലുറുപ്പിക്കൊണ്ട് തന്നോട് തന്നെ പറഞ്ഞു. അവന്റെ മനസ്സിൽ ഒരേ ഒരു മുഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നയന. അവളെ മാത്രമേ താൻ പ്രണയിച്ചിട്ടുള്ളൂ. അവളല്ലാതെ മറ്റൊരു പെണ്ണിനെ തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അവന് ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമല്ല. അഞ്ജനിയുമായിട്ടുള്ള ഈ ഒരു ബന്ധം എന്ത് വില കൊടുത്തും തടയണം. അതിലിപ്പോ എന്തൊക്കെ സംഭവിച്ചാലും ശരി, സ്വന്തം ജീവൻ കൊടുക്കേണ്ടി വന്നാലും നയനെ മാത്രമേ താൻ സ്വന്തമാക്കൂ എന്ന് അജയ് ഉറപ്പിച്ചു. അവന്റെ കണ്ണുകളിൽ ഒരു വല്ലാത്ത നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു. ഇതേസമയം നഗരത്തിലെ തിരക്കേറിയ ഹോട്ടലിന്റെ ഇടനാഴിലൂടെ നടക്കുമ്പോൾ ഭൂമിജിയുടെ ഹൃദയമിടിപ്പ് വേഗത്തിലായിരുന്നു. തന്റെ അച്ഛന്റെ മരണത്തിന് പിന്നിലെ രഹസ്യങ്ങൾ ഓരോന്നോരോന്നായി ചുരുളഴിയാൻ പോവാണ്. പ്രശസ്തനായ ക്രിമിനലോളജിസ്റ്റ് ശങ്കരനാരായണൻ സാറിനെ കാണാതെ ഇനി തിരിച്ചു പോവാൻ കഴിയില്ല. അദ്ദേഹം തന്നെ സഹായിക്കുമെന്ന് ഭൂമിജയ്ക്ക് ഉറപ്പായിരുന്നു. അച്ഛൻ നഷ്ടപ്പെട്ടതിന്റെ വേദനയും ചെയ്യാത്ത തെറ്റിന് അമ്മ ജയിലിൽ കിടന്ന് അനുഭവിക്കുന്നതൊക്കെ അവൾ വല്ലാതെ വേട്ടയാടിയിരുന്നു. തന്റെ മുറിയിലേക്ക് എത്തി വാതിലടച്ചപ്പോൾ ഭൂമിജയ്ക്ക് ചെറിയൊരു ആശ്വാസം തോന്നി. മേശപ്പുറത്ത് വെച്ചിട്ട് അവൾ നേരെ കട്ടിലേക്ക് അങ്ങ് വീണു. എന്തിനാണ് എൻ്റെ അച്ഛനെ അവർ കൊന്നത്? ഞങ്ങളോട് എന്തിനാണ് ഈ ഒരു ക്രൂരത കാണിച്ചത്? അവൾ ഓർത്തു. അവളുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകി. എന്നാൽ അവൾ അറിയാത്തൊരു നിഴൽ അവളെ പിന്തുടരുന്നുണ്ടായിരുന്നു. ഭവാനിയുടെ വിശ്വസ്തനായ കമാല്. ഭൂമിജ എടുത്ത ആ ഒരു മുറിയുടെ തൊട്ടടുത്ത മുറി തന്നെ കമാല് വാടകയ്ക്കെടുത്തു. അവന്റെ ലക്ഷ്യം വ്യക്തമായിരുന്നു. ഭൂമിജയുടെ കയ്യിലിരുന്ന ആ ഒരു കത്ത് അതെങ്ങനെയെങ്കിലും കൈക്കലാക്കണം. അവൻ ഉടനെ തന്നെ തന്റെ ഫോണെടുത്ത് ഭവാനിയെ വിളിച്ചു. മാഡം, ഞാൻ അവളെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവളൊരു ഹോട്ടൽ റൂം എടുത്തിട്ടുണ്ട്. ഞാൻ തൊട്ടടുത്ത് തന്നെ റൂമിലുണ്ട്, കമാല് ശബ്ദം താഴ്ത്തി പറഞ്ഞു. മറുതലക്കൽ ഭവാനിയുടെ ശബ്ദത്തിൽ വല്ലാത്ത തിടുക്കമുണ്ടായിരുന്നു. ശരി കമാലെ, എനിക്ക് ആ കത്ത് കിട്ടിയേ മതിയാവൂ. അതിനി എന്ത് ചെയ്തിട്ടാണെങ്കിലും ശരി, ആ കത്ത് എൻ്റെ കയ്യിലങ്ങ് എത്തിച്ചേരണം. അവളുടെ കണ്ണൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ അത് പിന്നെ നീ അതങ്ങ് എടുത്തേക്കണം. അതൊക്കെ ഞാൻ ഏറ്റു മാഡം. മാഡം ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, കമാല് ഉറപ്പ് നൽകി. അങ്ങനെ ഫോണ് കട്ട് ചെയ്തു. അപ്പോഴേക്കും തന്റെ തൊട്ടടുത്ത് തന്നെ മരണത്തിന് ഒരു ദൂതൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഭൂമിജ അതറിഞ്ഞിരുന്നില്ല. പക്ഷേ അവളുടെ ഉള്ളിൽ എന്തോ ഒരു വല്ലായ്മ തോന്നി. തന്നെ ആരോ പിന്തുടരുന്നത് പോലെ തന്നെ വാതിലിന് പുറത്ത് ആരുടെയോ കാലച്ച കേൾക്കുന്നത് പോലെയൊക്കെ അവൾക്ക് സംശയം ആ ഒരു കത്തിലേക്കായിരുന്നു. അച്ഛൻ മരിക്കുന്നതിന് മുൻപ് എഴുതി വെച്ച ആ കത്ത്, അതിൽ അച്ഛനെ കൊന്നവരെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഉണ്ടായേക്കാം. അതുകൊണ്ടായിരിക്കാം അവർ തന്നെ പിന്തുടരുന്നത്. ആ കത്ത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ തന്റെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയും ബാക്കിയുണ്ടാവില്ല എന്ന് ഭൂമിജയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ ശങ്കരനാരായണ സാറിനെ കാണാൻ വേണ്ടിയിട്ട് 10 മണിക്ക് ചെല്ലണം. ഭൂമിജ വേഗം ഒരുങ്ങി. പുറത്തേക്ക് ഇറങ്ങാൻ നേരം അവൾ തന്റെ ബാഗ് തുറന്നു നോക്കി. ആ കത്ത് അതിലുണ്ട്. പക്ഷേ അവരെ ഏൽപ്പിക്കാൻ അവൾക്കത് തയ്യാറല്ലായിരുന്നു. തന്നെ പിന്തുടരുന്നവർ ഒരു പക്ഷേ ആ കത്ത് മോഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്ന് അവളുടെ ബുദ്ധി അവളോട് പറഞ്ഞു. ഉടനെ തന്നെ അവൾ ഡ്യൂപ്ലിക്കേറ്റ് കത്ത് തയ്യാറാക്കി ബാഗിൽ വെച്ചു. യഥാർത്ഥ കത്ത് ഭദ്രമായി തന്നെ വസ്ത്രത്തിനുള്ളിൽ തന്നെ അവൾ ഒളിപ്പിച്ചു വെച്ചു. എന്നിട്ട് യാതൊരുവിധ ഭാവവ്യത്യാസവുമില്ലാതെ അവൾ റൂം പൂട്ടി പുറത്തേക്ക് പോയി. ഭൂമിജ പോയി എന്ന് ഉറപ്പായതോടുകൂടി കമാൽ പതുക്കെ പുറത്തേക്കിറങ്ങി. കള്ളത്താക്കോൽ ഉപയോഗിച്ച് ആ ഒരു ഭൂമിജയുടെ മുറി തുറന്നു. അകത്ത് കയറി എല്ലാം വലിച്ചു വാരിയിട്ട് പരിശോധിച്ചു. ഒടുവിൽ അവൻ ആ ബാഗ് കിട്ടി. അതിനുള്ളിൽ ഭദ്രമായി വെച്ചിരിക്കുന്ന ആ കത്തും. അവന് സന്തോഷം അടക്കാനായില്ല. അവൻ ഉടനെ തന്നെ ഭവാനിയെ വിളിച്ചു. മാഡം, കത്ത് കിട്ടി. ആണോ? എങ്കിൽ നീ ഒട്ടും വൈകിപ്പിക്കണ്ട. ആ കത്ത് പൊട്ടിച്ചു നോക്കുക. കത്ത് പൊട്ടിച്ചു നോക്കുക പോലും വേണ്ട. നേരെ എങ്ങോട്ടേക്ക് പോരെ. എത്രയും പെട്ടെന്ന് തന്നെ അതെന്റെ കയ്യിൽ കിട്ടണമെന്ന് ഭവാനി ആവേശത്തോടെ പറഞ്ഞു. ഇതേ സമയം ഭൂമിജ ശങ്കരനാരായണ സാറിന്റെ മുന്നിലായിരുന്നു. കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത വിഷമം തോന്നി. ഭൂമി, ഈ കേസിൽ നിന്റെ അമ്മ നിരപരാധിയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അദ്ദേഹം അവളെ വിശ്വസിച്ചു. നീ പറഞ്ഞ ഫോറൻസിക് റിപ്പോർട്ടിലെ വിവരങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിന്റെ പിന്നിൽ വളരെ കരുത്തനായൊരു കൊലയാളിയുണ്ട്. ചിലപ്പോൾ അവരുടെ അടുത്ത ലക്ഷ്യം നീ തന്നെയായിരിക്കും. അതുകൊണ്ട് നീ വളരെ സൂക്ഷിക്കണം. എനിക്കറിയാം സാറേ, എങ്കിലും എന്റെ അച്ഛനെ കൊന്നവരെ എനിക്ക് നിയമത്തിന് മുന്നിൽ ഇങ്ങനെ കൊണ്ടുവരണം, ഭൂമി ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു. ആ ഫോണ് അത് എത്രയും പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ നോക്ക്. അതിൽ ചിലപ്പോൾ നിർണായകമായ എന്തെങ്കിലും തെളിവുണ്ടായേക്കാം. കൊലയാളിയുമായി നിന്റെ അച്ഛന് എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കണം. അല്ലാതെ ഒരാൾ വെറുതെ വന്ന് അച്ഛനെയൊന്നും കൊല്ലില്ല, അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഭൂമിജയും അത് ശരിവെച്ചു. അച്ഛനെ ആരെങ്കിലും ഭയന്നിരുന്നോ? എന്തായിരിക്കും അച്ഛനെ കൊല്ലാനുള്ള കാരണം? കമാൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ കത്ത് ഭവാനിയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നത്. ഭവാനി ആർത്തിയോടുകൂടെ കത്ത് വാങ്ങി പൊട്ടിച്ചു. ഇനി ഇവളെ വച്ചേക്കില്ല. എല്ലാ സത്യങ്ങളും ഈ കത്തോടുകൂടെ ഇല്ലാതാക്കുമെന്ന് ഭവാനി കണക്കുകൂട്ടി. പക്ഷേ ആ കത്ത് വായിച്ചതും ഭവാനിയുടെ മുഖത്ത് ചിരി അങ്ങ് മാഞ്ഞു. പകരം അവിടെ വല്ലാത്തൊരു ഭാവം നിറഞ്ഞു. ദേഷ്യം കൊണ്ട് അവളുടെ ശരീരം വിറച്ചു.
എടോ, താൻ ഇതെവിടെ നിന്നും എടുത്തോണ്ട് വരുവാണ്? ഭവാനി അലറിക്കൊണ്ട് ചോദിച്ചു. അത് മാഡം, അവളുടെ ബാഗിൽ നിന്ന് തന്നെയാണ്, കമാല് പരിങ്ങി പറഞ്ഞു. നിന്നെ അവൾ പറ്റിച്ചതാടാ വിഡ്ഢി. ഇതല്ല കത്ത്. അവൾ നമ്മളെയൊക്കെ വിഡ്ഢികളാക്കി. ഭവാനി കത്ത് വലിച്ചു കീറി. ഒരു പക്ഷേ ഒറിജിനൽ കത്ത് അവൾ ആ വീട്ടിൽ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. അവൾ അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ നമുക്ക് ആ വീട്ടിലേക്ക് പോയിട്ട് അത് കണ്ടുപിടിക്കണം. വാടാ. ഭവാനി കമാലും കൂടി മറ്റു ചില ഗുണ്ടകളുമായി ഭൂമിജയുടെ ആ ഒരു ഹൈറേഞ്ചിലുള്ള കൊച്ചു വീട്ടിലേക്ക് തിരിച്ചു. അവർ വീടിന്റെ വാതിലൊക്കെ കുത്തി തുറന്ന് അകത്തേക്ക് കയറി. വീട് മുഴുവൻ അരിച്ചു പെറുക്കി സാധനങ്ങളെല്ലാം തന്നെ വലിച്ചു വാരിയിട്ടു. പക്ഷേ ആ കത്ത് മാത്രം എവിടെയും അവർക്ക് കണ്ടെത്താനായില്ല. ഈ സമയത്താണ് ഭൂമിജ തന്റെ സ്കൂട്ടിയിൽ അങ്ങോട്ടേക്ക് വരുന്നത്. വീടിന്റെ അടുത്തേക്ക് എത്തിയതോടുകൂടെ തന്നെ അവൾ അങ്ങ് വണ്ടി നിർത്തി. വീടിനുള്ളിൽ വെളിച്ചം. താൻ പോകുമ്പോൾ എല്ലാം തന്നെ ഓഫാക്കിയിട്ട് പൂട്ടിയിട്ട് പോയതാണല്ലോ. അതോടെ അവൾക്ക് കാര്യം മനസ്സിലായി. അവൾ പതുക്കെ ജനലിലൂടെ നോക്കി. അകത്ത് ഭവാനിയും കമാലും. ഭൂമിജ ആകെ ഞെട്ടലോടെ നിൽക്കാണ്. അവൾക്ക് ഒരു നിമിഷം ശ്വാസം നിലച്ചു നിന്നതുപോലെ തോന്നി. തന്നെ കൊല്ലാനും ആ കത്ത് സ്വന്തമാക്കാനും വേണ്ടിയിട്ട് അവർ ഏതറ്റം വരെയും പോകുമെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. ഇനി ഇവിടെ നിൽക്കുന്നത് ഒട്ടും സുരക്ഷിതമല്ല. ഈ കത്ത് എത്രയും പെട്ടെന്ന് തന്നെ അജയ് സാറിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കണം. എങ്കിൽ മാത്രമേ തനിക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ കഴിയുള്ളൂ. അവൾ ഉടനെ തന്നെ സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്തു. ആ ശബ്ദം കേട്ട് കമാല് പുറത്തേക്ക് നോക്കി. മാഡം, അവൾ വന്നു. സ്കൂട്ടിയിൽ പോവുകയാണ്. അവളെ വിടരുത് കമാലെ. അവളെ ഇന്ന് തന്നെ കൈയോടെ പിടിക്കണം. അവൾ ഇനി ജീവനോടെ ഇരിക്കാൻ പാടില്ല. ഭവാനി അലറി. അവർ ജീപ്പിൽ ഭൂമിജയുടെ പിന്നാലെ തന്നെ പാഞ്ഞു. അങ്ങനെ രാത്രിയുടെ ഇരുട്ടിലൂടെ ഭൂമിജ തന്റെ സ്കൂട്ടി പരമാവധി വേഗത്തിലോടിച്ച് പുറകെ അവരുടെ ജീപ്പ് പാഞ്ഞു വരുന്നുണ്ടായിരുന്നു. അവൾ ഒരു കൈകൊണ്ട് ഫോണെടുത്ത് അജയ് വിളിച്ചു. അജയ് സാറേ, എന്നെ രക്ഷിക്കണം. എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ അജയ് സാറിനെ ഒന്ന് കാണണം. ഈ കൈ അജയ് സാറിനെ ഏൽപ്പിക്കണം. അവളുടെ ശബ്ദം ഭയം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു. നീ പേടിക്കാതെ ഭൂമി, എന്ത് പറ്റി? നീ എവിടെയാന്ന് അജയ് ചോദിച്ചു. എന്റെ പിന്നാലെ അവരുണ്ട് അജയ് സാറേ. എന്നെ കൊല്ലാനാണോ അതോ ഇനി എന്റെ കയ്യിലുള്ള ഈ ഒരു കത്തെടുക്കാനാണോ എന്നൊന്നും എനിക്കറിയില്ല. അവരെന്നെ ഇല്ലാതാക്കുന്നതിന് മുൻപേ തന്നെ ഈ കത്ത് ഞാൻ അജയ് സാറിന്റെ കയ്യിൽ ഏൽപ്പിക്കും. അജയ്, വേഗം വായോ. അവൾ ഫോൺ കട്ട് ചെയ്തു. അജയ് സമയം കളയാതെ തന്നെ കാറെടുത്ത് അവൾ പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് പാഞ്ഞു. ഭവാനിയും സംഘവും ഭൂമിജയുടെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇനി അവൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് അവർക്ക് ഉറപ്പായിരുന്നു. പക്ഷേ റോഡരികിൽ ഭൂമി സ്കൂട്ടി നിർത്തുമ്പോൾ അവിടെ അജയ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഭവാനി ജീപ്പിൽ നിന്നും ഇറങ്ങുമ്പോഴേക്കും ഭൂമിജ ആ ഒരു കത്ത് അജയുടെ കയ്യിൽ സുരക്ഷിതമായി തന്നെ ഏൽപ്പിച്ചു. ആ കാഴ്ച കണ്ട് ഭവാനിയുടെ ഹൃദയം അങ്ങ് നിന്നു പോകുന്നത് പോലെ തോന്നി. സർവ്വതും നഷ്ടപ്പെട്ടതുപോലെ അവൾ നിന്നുപോയി. അജയുടെ കയ്യിൽ ആ ഒരു കത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തന്റെ കഥ കഴിഞ്ഞു എന്ന് ഭവാനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ തകർന്ന ഹൃദയത്തോടുകൂടെ ഭവാനി അവിടെ നിന്നും മടങ്ങി. അവളെ കാത്തിരിക്കുന്നത് വലിയൊരു കൊടുങ്കാറ്റാണെന്ന് അവൾക്ക് തോന്നി തുടങ്ങിയിരുന്നു. സൗഭാഗ്യ എന്ന വലിയ തറവാട്ടിൽ അന്ന് സാധാരണയിൽ കവിഞ്ഞ ഒരു നിശബ്ദതയുണ്ടായിരുന്നു. എല്ലാവരും ഹാളിൽ ഇരിക്കുമ്പോഴാണ് മുറ്റത്തേക്ക് ഒരു ഓട്ടോ വന്ന് നിൽക്കുന്നത്. അതിൽ നിന്നും വലിയൊരു ബാഗും തൂക്കിപ്പിടിച്ച് ഭൂമിജ നടന്നു വരുന്നത് കണ്ട് സംഗീത എഴുന്നേറ്റു. മോളെ ഭൂമി, ഇതെന്താ ഈ വലിയ ബാഗൊക്കെ ആയിട്ട്? സംഗീത സംശയത്തോട് ചോദിച്ചു. അപ്പോഴേക്കും വീട്ടിലുള്ള എല്ലാവരും ഉമ്മറത്തേക്ക് വന്നു. സത്യദാസ്, മുത്തശ്ശി, അഞ്ജന, ഹരി, ഭവാനി, അങ്ങനെ എല്ലാവരും അങ്ങോട്ട് അവിടെ ഉണ്ടായിരുന്നു. അതെ ആന്റി, ഞാൻ ഇനി ഇവിടെയാ താമസിക്കാൻ പോകുന്നത് എന്ന് ഭൂമി വളരെ ശാന്തമായി മറുപടി പറഞ്ഞു. ഇവിടെയോ? സംഗീതക്ക് മനസ്സിലായില്ല. സത്യദാസ് മുന്നോട്ട് വന്ന് പറഞ്ഞു. ആ, അത് ശരിയാ. ഭൂമിജയുടെ അച്ഛൻ മരിച്ചുപോയില്ലേ? അമ്മയാണെങ്കിൽ ജയിലിലും. അവൾക്ക് അവിടെ ഒറ്റയ്ക്ക് കഴിയാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും മോൾ ഇങ്ങോട്ടേക്ക് വന്നത്, അല്ലേ മോളെ? ഭൂമിജ ചെറുതായിന്ന് ചിരിച്ചു. അല്ല, ഞാൻ അതുകൊണ്ടല്ലേ ഇങ്ങോട്ടേക്ക് വന്നത്. മുത്തശ്ശി സ്നേഹത്തോടെ അവളുടെ അടുത്തേക്ക് ചെന്നു. മോൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. ഞാനെന്ന് പറഞ്ഞതല്ലേ മോളോട് ഇവിടെ വന്ന് നിൽക്കാനേ. മോൾക്ക് ഞങ്ങൾ എല്ലാവരുമില്ലേ. ഞാൻ ഇങ്ങോട്ടേക്ക് വെറുതെ വന്നതൊന്നുമല്ല മുത്തശ്ശി. എനിക്ക് വരാൻ വേറെ എങ്ങോട്ടേക്കും പോകാൻ കഴിയില്ല. കാരണം ഞാൻ ഈ വീട്ടിലെ മുത്തശ്ശിയുടെ കൊച്ചുമോളാണ്. ഭൂമിജയുടെ വാക്കുകൾ അവിടെ ഒരു ബോംബ് പോലെയാണ് വീണ്ടും മുഴങ്ങിയത്. എല്ലാവരും സ്തംഭിച്ചു പോയി. ഭവാനിയുടെ മുഖം അങ്ങ് വിളറി വെളുത്തു. അവൾ വിക്കി വിക്കി പറഞ്ഞു. അമ്മേ, ഇവൾ എന്തൊക്കെയാണ് ഈ കള്ളം പറയുന്നത്? ഇവൾ പറയുന്നതൊന്നും ആരും വിശ്വസിക്കരുത്. ഭൂമിജ പറയുന്നുണ്ട്. ഞാൻ കള്ളം പറയുന്നില്ല. ഞാൻ പറയാൻ പോകുന്നത് സത്യം മാത്രമാണ്. ഞാൻ ഈ വീട്ടിലെ ചോര തന്നെയാണെന്ന് ഭൂമിജ ഉറപ്പിച്ചു പറഞ്ഞു. അഞ്ജനയ്ക്ക് പെട്ടെന്ന് തന്നെ ദേഷ്യം വന്നു. അവൾ ഭൂമിജയുടെ അടുത്തേക്ക് പാഞ്ഞെടുത്തു. എടി, എന്ത് ധൈര്യത്തിലാടി നീ ഇവിടെ വന്ന് ഇതൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുന്നത്? മര്യാദയ്ക്ക് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കൊള്ളാം. എവിടെയോ കിടന്നവളേക്ക് വന്ന് മകളാണെന്നും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് കയറി വന്നേക്കുന്നു. നീ ആരുടെ മകളാണെന്നാണ് നീ പറയുന്നത്? ഭൂമിജ അഞ്ജനയുടെ മുഖത്ത് നോക്കി തീക്ഷ്ണമായി തന്നെ പറഞ്ഞു. ഞാൻ ആരുടെ മകളാണെന്ന് പറയാം. അവൾ സത്യദാസിന്റെ നേരെ തിരിഞ്ഞു. ഞാൻ ഈ നിൽക്കുന്ന സത്യദാസിന്റെ മകളാണ്. സത്യദാസ് ഒരു നിമിഷം അങ്ങ് മരവിച്ചു പോയി. തമാശ പറയരുത് ഭൂമി. ഈ ഒരു കാര്യത്തിൽ നീ തമാശ കളിക്കരുത്. അദ്ദേഹത്തിന്റെ ശബ്ദം ഇറക്കുന്നുണ്ടായിരുന്നു. ഞാൻ തമാശ പറയുന്നതല്ല അച്ഛാ, ഞാൻ സത്യം മാത്രമായി പറയുന്നത്.
ആ അച്ഛ എന്ന വിളിയിൽ വർഷങ്ങളുടെ കാത്തിരിപ്പുണ്ടായിരുന്നു. ഭവാനിക്ക് നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയായി. ഡേ അമ്മേ, ഇവള് വെറുതെ ഓരോ കള്ളത്തരങ്ങളൊക്കെ ഉണ്ടാക്കി പറയുന്നതാ, ഇതൊന്നും ആരും വിശ്വസിക്കരുത്. മുത്തശ്ശി മുന്നോട്ട് വന്ന് ചോദിച്ചു. മോളെ ഭൂമി, നീ എന്തൊക്കെയായി പറയുന്നത്? നിന്റെ അച്ഛനും അമ്മയും അച്യുതനും അംബികയുമല്ലേ? ഞാനും അങ്ങനെ തന്നെയാ മുത്തശ്ശി ഇത്രയും കാലം വിശ്വസിച്ചിരുന്നത്. പക്ഷേ അതൊന്നുമല്ല സത്യം. എൻ്റെ യഥാർത്ഥ അച്ഛൻ സത്യദാസാണ്. അതിന് എൻ്റെ കയ്യിൽ വ്യക്തമായ തെളിവുണ്ട്. ഭൂമിജ തൻ്റെ ബാഗിൽ നിന്നും ആ ഒരു കത്ത് പുറത്തേക്കെടുത്തു. ഇത് അച്യുതൻ മരിക്കുന്നതിന് മുൻപ് തന്നെ എനിക്ക് വേണ്ടി എഴുതി വെച്ച കത്താണ്. ഇതിലെല്ലാം വ്യക്തമായി എഴുതിയിട്ടുണ്ട് ഞാൻ ആരുടെ മകളാണ് എന്നൊക്കെ. സംഗീത അപ്പോഴും സംശയത്തോട് ചോദിച്ചു. അതെങ്ങനെ ശരിയാവും മോളെ? ഈ അച്യുതൻ അങ്ങനെ ഒരു കത്ത് എഴുതി വെച്ചു എന്ന് പറഞ്ഞാൽ ഇവൾ സത്യദാസിന്റെ മകളാവോ? അല്ലാതെ വേറെന്തെങ്കിലും തെളിവ് നിന്റെ കയ്യിലുണ്ടോ? സത്യദാസിനും അത് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഭൂമിജയെ തന്നെ ഒന്ന് നോക്കി. നിങ്ങൾക്കാർക്കും വിശ്വാസമില്ല എന്ന് എനിക്കറിയാം. ഞാൻ വേറൊരു തെളിവ് കൂടി കാണിക്കാം. ഭൂമിജ തന്റെ കഴുത്തിലുണ്ടായിരുന്ന ആ ഒരു മാല അങ്ങ് പുറത്തേക്കെടുത്ത് കാണിച്ചു കൊടുത്തു. ആ ലോക്കറ്റുള്ള മാല സൗഭാഗ്യ തറവാട്ടിലെ പെൺകുട്ടികൾക്ക് മാത്രം നൽകുന്ന ഒരു പ്രത്യേക തരം മാല. മുത്തശ്ശി അഭിരാമിക്കും അനുപമക്കും അഞ്ജനക്കും മാത്രം നൽകിയ അതേ മാല. വർഷങ്ങൾക്ക് മുൻപ് നഷ്ടപ്പെട്ടു പോയ കുഞ്ഞു അഭിരാമിയുടെ കഴുത്തിലുണ്ടായിരുന്ന അതേ മാല. ആ മാല കണ്ടപ്പോൾ മുത്തശ്ശിയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അവർ വിറക്കുന്ന കൈകളോട് ആ മാലയിലൊന്ന് തൊട്ടു നോക്കി. താൻ സ്വന്തം കൈകൊണ്ട് അണിയിച്ചു കൊടുത്ത ആ ഒരു അടയാളം. മുത്തശ്ശിക്ക് മനസ്സിലായി ഇത് തൻ്റെ സ്വന്തം ചോര തന്നെയാണെന്ന്. സത്യദാസിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകാൻ തുടങ്ങി. ഇപ്പൊ എല്ലാവർക്കും വിശ്വാസമായില്ലേ? ഭൂമിജി ചോദിച്ചു. അന്നേരം ഭവാനി വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഇതൊന്നും ആരും വിശ്വസിക്കരുത്. അവൾക്ക് ഈ മാല എവിടെ നിന്നോ കിട്ടിയതാ. ആ അച്യുതൻ എവിടെ നിന്നെങ്കിലും ഇത് മോഷ്ടിച്ചു കൊണ്ടുവന്നതായിരിക്കും. എന്നിട്ടിപ്പോ ഇതും പൊക്കിപ്പിടിച്ച് വന്നേക്കുന്നു. ഇവളെ ഇപ്പൊ തന്നെ എവിടെ നിന്നും പുറത്താക്കണം. ഭൂമിജക്ക് അത് കേട്ടപ്പോൾ ദേഷ്യം അടക്കാൻ കഴിഞ്ഞില്ല. അവൾ ഭവാനിയെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു. എനിക്കറിയാം നിങ്ങൾ ഇതൊക്കെ പറയുമെന്ന്. അതുകൊണ്ട് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയാത്ത മറ്റൊരു അടയാളം കൂടി എൻ്റെ ശരീരത്തിലുണ്ട്. ഭൂമിജ തൻ്റെ മുടി പിന്നിലേക്ക് മാറ്റി കഴുത്തിലെ ആ ഒരു വലതുവശം അങ്ങ് കാണിച്ചു കൊടുത്തു. അവിടെ വ്യക്തമായി കാണാമായിരുന്നു ആ കാക്കാപ്പുള്ളി. ജനിച്ചപ്പോൾ മുതൽ അഭിരാമിയുടെ കഴുത്തിലുണ്ടായിരുന്ന അതേ കാക്കാപ്പുള്ളി. സത്യദാസ് പൊട്ടിക്കരഞ്ഞ് അവളുടെ അടുത്തേക്ക് ഓടി വന്നു. എൻ്റെ മോളെ, അദ്ദേഹം കെട്ടിപ്പിടിച്ചു. വർഷങ്ങളായി താൻ അനുഭവിച്ച വേദന മുഴുവൻ ആ ഒരു വിളിയിലുണ്ടായിരുന്നു. എല്ലാവരും ആ കാഴ്ച കണ്ട് വിതുമ്പി. മുത്തശ്ശി വന്ന് അവളെ അങ്ങ് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. മോളെ, ഇത്രയും കാലം നീ എവിടെയായിരുന്നു? മുത്തശ്ശി കണ്ണീരോട് ചോദിച്ചു. എനിക്കൊന്നും അറിയില്ലായിരുന്നു മുത്തശ്ശി. ഈ സത്യങ്ങളെല്ലാം തന്നെ എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷമാണ് ഞാൻ അറിയുന്നത്. പക്ഷേ എനിക്ക് എൻ്റെ സ്വന്തം അച്ഛനെ നഷ്ടപ്പെടാൻ കാരണം ഈ വീട്ടിലുള്ളവർ തന്നെയാണ്. ഭൂമിജയുടെ ശബ്ദത്തിൽ പക നിറഞ്ഞു നിന്നു. ആരാണത്? സത്യദാസ് ചോദിച്ചു. ഭൂമിജ നേരെ ഭവാനിയുടെ നേർക്ക് വിരൽ ചൂണ്ടി. ഇവരാണ് എൻ്റെ തിരോധാനത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. ഭവാനിക്ക് ചുറ്റും ഭൂമി കറങ്ങുന്നത് പോലെ തോന്നി. സത്യദാസിന്റെ കണ്ണിൽ തീ പാറി. അദ്ദേഹം അലറിക്കൊണ്ട് ഭവാനിയുടെ കഴുത്തിനങ്ങ് കുത്തിനി പിടിച്ചു. എൻ്റെ കുഞ്ഞിനെ നീ! അദ്ദേഹം അവളെ വലിച്ചങ്ങ് പുറത്തേക്ക് കൊണ്ടുപോയി. ആ വലിയ തറവാട്ടിന്റെ ഉമ്മറത്തിൽ സത്യം തെളിയിച്ചതിന്റെ ഒരു ആശ്വാസവും വർഷങ്ങൾ നീണ്ടുനിന്ന വഞ്ചനയുടെയും ഞെട്ടലും അങ്ങ് തളം കെട്ടി നിന്നു. ഒരു പക്ഷേ ഭവാനിയുടെ അവസാനത്തിന്റെ തുടക്കം മാത്രമായിരുന്നു അത്. കത്ത് അജയുടെ കയ്യിൽ കിട്ടിയെന്നറിഞ്ഞ ഭവാനിയുടെ ഭയത്തിൽ നിന്നും ജനിച്ച ഒരു ദുസ്വപ്നമായിരുന്നു അത് എന്ന് സംഭവിക്കാൻ പോകുന്ന യഥാർത്ഥ വിധിയാണെന്നൊന്നും അതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. നാളുകൾ ഏതായാലും കാലം തെളിയിക്കും. എന്തായാലും ഭവാനിയുടെ നെഞ്ചത്ത് ഭൂമിജ ഒരു നാൾ വിജയത്തിന്റെ കൊടി നീട്ടുക തന്നെ ചെയ്യും. സത്യം എല്ലാവരും മറനീക്കി പുറത്തേക്ക് വരുന്ന ആ ഒരു ദിവസങ്ങൾക്കായി സൗഭാഗ്യ തറവാട് കാത്തിരിക്കുകയാണ്. വാതിൽപ്പടിയിൽ മഴ വീണ്ടും ശക്തമായി പെയ്യുന്നുണ്ടായിരുന്നു. ഭൂമിജയുടെ പുതിയ ജീവിതം പോലെ. അങ്ങനെ ഭൂമിജയുടെ മനസ്സ് ശാന്തമായിരുന്നു. താൻ എത്തിച്ചേരേണ്ട സ്ഥലത്ത് തന്നെയാണ് എത്തിച്ചേർന്നിരിക്കുന്നതെന്ന് പൂർണ്ണ വിശ്വാസത്തോടുകൂടെ അവൾ മുത്തശ്ശിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അപ്പോഴും അവളെ നോക്കി കണ്ണു നിറഞ്ഞു നിൽക്കുന്ന അജയെ അവൾ കണ്ടിരുന്നില്ല. കഥ അവിടെയൊന്നും തീരുന്നില്ല. ഇതൊരു പുതിയ തുടക്കം മാത്രമായിരുന്നു. പ്രണയത്തിന്റെയും പ്രതികാരത്തിന്റെയും കുടുംബ ബന്ധങ്ങളുടെയും ഒരു പുതിയ അധ്യായം സൗഭാഗ്യ തറവാടിന്റെ മുറ്റത്ത് വിടരുന്നുണ്ടായിരുന്നു. താൻ ഇത്രയും കാലം അന്വേഷിച്ച സത്യങ്ങൾ, തന്റെ നഷ്ടപ്പെട്ടു പോയ ബാല്യത്തിനു മറുപടി പറയാൻ ബാധ്യസ്ഥരായവർ ഇനി അനുഭവിക്കാൻ പോകുന്നതേയുള്ളൂ എന്ന് ഭൂമി തിളങ്ങുന്ന കണ്ണുകൾ കൊണ്ട് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അച്ഛൻ അച്യുതൻ നൽകിയ ധൈര്യവും സത്യദാസ് എന്ന യഥാർത്ഥ അച്ഛന്റെ സ്നേഹവും അവളെ ഇനി മുന്നോട്ട് നയിക്കും. തളരാത്ത പോരാളിയായി സൗഭാഗ്യപുരത്തിന്റെ യഥാർത്ഥ അവകാശിയായി തന്നെ ഭൂമിജ അവിടെ നിലയുറപ്പിച്ചു കഴിഞ്ഞു. അജയ് അവളുടെ കൂടെ ഒരു നിഴലായി എന്നും ഒരു കാവൽക്കാരനായി കൂടെ ഉണ്ടാവുമെന്നും ഉറപ്പും അവൾക്കുണ്ടായിരുന്നു. പക്ഷേ ഭൂമിജയുടെ ഉള്ളിലെ കൊടുങ്കാറ്റിപ്പോൾ ഒരു കുളിർക്കാറ്റായി മാറിയിരിക്കുന്നു. സമാധാനത്തിന്റെ, തിരിച്ചറിവിന്റെ ഒരു മനോഹരമായ കുളിർക്കാറ്റ്. കാലം കാത്തുവെച്ച് സത്യങ്ങളെല്ലാം മറന്നേക്കി വന്ന ആ ഒരു നിമിഷം സൗഭാഗ്യ എന്ന വീട് വീണ്ടും സജീവമായിരിക്കുന്നു. നഷ്ടപ്പെട്ടതെല്ലാം തന്നെ തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷത്തിൽ എല്ലാവരും ഭൂമിയെ ചേർത്ത് പിടിച്ചപ്പോൾ ഭവാനി തന്റെ തോൽവി സംബന്ധിച്ച് ഇരുളിലേക്ക് നടക്കാൻ തുടങ്ങി. സത്യമെന്ന് ജയിക്കുമെന്ന് തെളിയിച്ചുകൊണ്ട് ഭൂമിജയുടെ ജീവിതം പുതിയ വർണ്ണങ്ങളിലേക്ക് ചുവടുവെക്കുകയാണ്. അതൊരു പക്ഷേ സൗഭാഗ്യയുടെ ചരിത്രത്തിലെ ഏറ്റവും സുന്ദരമായ തുടക്കമായിരുന്നു. താൻ ഇതുവരെ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കെല്ലാം അവസാനം കുറിച്ചുകൊണ്ട് ഭൂമിജ പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചു. അതെ, ഇത് ഭൂമിജയുടെ കഥയാണ്.
പക്ഷേ കഥ എന്തായാലും ഇവിടെയൊന്നും നിർത്താൻ പോകുന്നില്ല. ഇപ്പോൾ അവൾ ഒറ്റയ്ക്കല്ല, അവൾക്ക് കൂട്ടിന് അവളുടെ സ്വന്തം കുടുംബമുണ്ട്. അതാണ് അവളുടെ ഏറ്റവും വലിയ ശക്തി. ആ ശക്തിയിൽ അവൾ സർവ്വവും കീഴടക്കും. കാലം അവൾക്കായി കാത്തുവെച്ച മനോഹരമായ നിമിഷങ്ങൾ ഇനി തുടങ്ങുകയാണ്. സ്നേഹവും വാത്സല്യവും നിറഞ്ഞ ആ ഒരു പുതിയ ലോകത്തേക്ക് അവൾ സ്വന്തം അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും തണലിൽ സുരക്ഷിതയായിരിക്കും.